ഹായ് ഫ്രണ്ട്സ്, വെൽത്തിഫൈ അക്കാഡമിയുടെ ഫോറക്സ് സീരീസ് ആയിട്ടുള്ള ഫോറക്സ് ക്ലബിന്റെ ഫസ്റ്റ് വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു കഥ പറഞ്ഞു തുടങ്ങിയാലോ? സംഭവം നടക്കുന്നത് 1992-ലാണ്. ലണ്ടനിൽ ജോർജ് സോറോസ് എന്ന് പറഞ്ഞൊരു വ്യക്തി കുറെ ബ്രിട്ടീഷ് പൗണ്ട് വാങ്ങിച്ചു കൂട്ടി. എന്നിട്ട് ഈ ബ്രിട്ടീഷ് പൗണ്ട് കൊടുത്ത് ജർമ്മൻ കറൻസി ആയിട്ടുള്ള ജർമ്മൻ മാർക്ക് പുള്ളി പർച്ചേസ് ചെയ്തു. എന്തിനാ അങ്ങനെ ചെയ്തേന്നല്ലേ? അത് ലോകം തിരിച്ചറിഞ്ഞത് നേരം ഇരുട്ടി വെളുത്തപ്പോഴാണ്. കുറെ നാളത്തെ മാർക്കറ്റ് അനാലിസിസിനും സ്റ്റഡീസിനും ശേഷം ജോർജ് സോറോസ് ആ സത്യം മനസ്സിലാക്കാണ്. ബ്രിട്ടീഷ് പൗണ്ട് ഓവർ വാല്യൂഡ് ആണ്, അത് താഴേക്ക് കൂപ്പുകുത്തും. ഇത് മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു കാര്യം അദ്ദേഹം ചെയ്യുന്നത്. ഈ ഒരു കാര്യത്തിലൂടെ ഒറ്റ രാത്രി കൊണ്ട് പുള്ളി നേടിയ പ്രോഫിറ്റ് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയോ? $1 മില്യൺ. എത്ര? $1 മില്യൺ. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് ഫോറക്സ് ട്രേഡിംഗ്. പലരും പറയാറുള്ള കാര്യമാണ് അവർക്ക് ട്രേഡ് ചെയ്യാൻ സമയമില്ല എന്നുള്ളത്. ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നവരായിക്കോട്ടെ, പഠിക്കുന്നവരായിക്കോട്ടെ, അവർക്കും ട്രേഡ് ചെയ്യാനുള്ള സമയമില്ല. അപ്പോൾ ഈ ഫോറക്സ് ട്രേഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറക്സ് മാർക്കറ്റ് 24/5 ഓപ്പൺ ആണെന്നുള്ളതാണ്. അതായത് ഏകദേശം തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ നമുക്ക് 24 അവേഴ്സും ഫോറക്സ് മാർക്കറ്റ് ലൈവ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസും മാർക്കറ്റിൽ നല്ല മൂവ്മെന്റ് ഒക്കെ വരുന്നത് ഏകദേശം ഒരു 6 മണിക്കൊക്കെ ശേഷമാണ്. അപ്പോൾ ഈ പരാതിയുള്ളവർക്ക് തീർച്ചയായിട്ടും ട്രേഡ് ചെയ്യാനായിട്ട് സമയം കണ്ടെത്താനായിട്ട് പറ്റും. പിന്നെ മാർക്കറ്റിലെ വോളിയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോകത്തിൽ ഫോറക്സിലാണ് ഏറ്റവും കൂടുതൽ ട്രേഡിംഗ് വോളിയം ഉള്ളത്. ഇപ്പോൾ നിങ്ങൾ ഇന്ത്യൻ മാർക്കറ്റ് നോക്കിക്കോ, US മാർക്കറ്റ് നോക്കിക്കോ, വേറെ ഏത് മാർക്കറ്റ് നോക്കിയാലും ഫോറക്സ് മാർക്കറ്റിന് അത്രയും വോളിയം എന്തായാലും കാണില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി കിടക്കാം. ഫോറിൻ എക്സ്ചേഞ്ച് കറൻസി ട്രേഡിംഗ് എന്നുള്ളതാണ് ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ ഫുൾ ഫോം വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കറൻസി മാർക്കറ്റിലാണ് ട്രേഡ് ചെയ്യുന്നത്. കറൻസി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിലത്തെ കറൻസി ഏതാണ്? ഇന്ത്യൻ കറൻസി INR ആണ്. അതുപോലെ US കറൻസി US ഡോളറാണ്. പല രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ പല രാജ്യങ്ങൾക്കും അവരുടേതായുള്ള കറൻസി കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ കറൻസി വെച്ചിട്ടുള്ള പേഴ്സിലാണ് ആക്ച്വലി നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കറൻസിനെ മറ്റ് കറൻസിയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ റുപ്പീസ്, അതായത് 85 ഇന്ത്യൻ റുപ്പീസ് കൊടുത്താൽ മാത്രമേ നമുക്ക് $1 കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ഡിഫറൻസ്, $1 വാങ്ങാൻ 85 രൂപ കൊടുക്കണം എന്നുള്ള ഡിഫറൻസ്, അതാണ് ഇവിടുത്തെ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. എക്സ്ചേഞ്ച് റേറ്റിൽ വരുന്ന ഈ വ്യത്യാസമാണ് ആക്ച്വലി നമ്മൾ ട്രേഡായിട്ട് മാറ്റുന്നത്. എക്സ്ചേഞ്ച് റേറ്റ് കൂടുകയാണെങ്കിൽ നമ്മളവിടെ ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എക്സ്ചേഞ്ച് റേറ്റ് താഴേക്ക് വരികയാണെങ്കിൽ നമ്മളവിടെ ഷോർട്ട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ വില കൂടുന്നു മനസ്സിലാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവിടെ ബൈ പൊസിഷൻ എടുക്കും. വില താഴേക്ക് വരുന്നത് മനസ്സിലാക്കി നമ്മളവിടെ ഷോർട്ട് സെല്ലിങ് ചെയ്യും. ഇത്രയേ ഉള്ളൂ ബേസിക്കലി നമ്മൾ ഫോറക്സ് ട്രേഡിങ്ങിൽ. എന്തുകൊണ്ട് ഈ എക്സ്ചേഞ്ച് റേറ്റിൽ വ്യത്യാസം വരുന്നു, അതാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഡിമാൻഡ് ആൻഡ് സപ്ലൈ കാരണമാണ് പ്രൈസിൽ ചേഞ്ച് വരുന്നത്. ഡിമാൻഡ് കൂടുന്ന സാഹചര്യത്തിൽ ഒരു വസ്തുവിൻ്റെ മൂല്യം കൂടും. ഡിമാൻഡ് കുറയാണ്, സപ്ലൈ കൂടുമ്പോൾ മൂല്യം താഴേക്ക് വരും. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു സ്ഥലം വാങ്ങാൻ പോകാമെന്ന് വിചാരിക്കുക. ഒരു വില്ലേജ് ഏരിയയും ഒരു സിറ്റി ഏരിയയും, എവിടെയായിരിക്കും കൂടുതൽ പ്രോപ്പർട്ടിക്ക് വില വരുന്നത്? അപ്പോൾ തീർച്ചയായിട്ടും സിറ്റിയിലുള്ള സ്ഥലത്തിനാണ് വില കൂടുന്നത്. അതിന് കാരണം എന്താ? സിറ്റിയിലുള്ള സ്ഥലത്തിന് ഡിമാൻഡ് കൂടുതലാണ്. അപ്പോൾ ഡിമാൻഡ് കൂടുന്നുള്ളതുകൊണ്ടാണ് അവിടെ വില കൂടുന്നത്. അപ്പോൾ ഡിമാൻഡ് കുറയുമ്പോൾ എന്ത് പറ്റും? വില കമ്പാരിറ്റീവ്ലി കുറയും. അപ്പോൾ ഇപ്പോൾ ഡോളർ, US ഡോളർ എന്ന് പറയുന്നത് വേൾഡിൽ മൊത്തം ട്രേഡ് ചെയ്യപ്പെടുന്ന ഒരു കറൻസിയാണ്. അതായത് അത്രയധികം ഡിമാൻഡ് ഉണ്ട് US ഡോളറിന്. ഈ US ഡോളറിന് ഡിമാൻഡ് കൂടുകയും കുറയാനുള്ള വേരിയേഷൻ എന്നുള്ളത് ഭയങ്കര പെട്ടെന്ന് സംഭവിക്കുന്നതാണ്. US ഡോളർ കമ്പയർ ചെയ്യുന്ന മറ്റ് കറൻസി പേഴ്സ്, അതായത് US ഡോളർ, യൂറോ US ഡോളർ, അല്ലെങ്കിൽ INR US ഡോളർ, JBP US ഡോളർ, JPY US ഡോളർ, അങ്ങനെയുള്ള കറൻസി പേഴ്സിൽ US ഡോളർ ലിങ്ക്ഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വരുന്ന ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ കൊണ്ട് ഇതിൽ വരുന്ന വിലയുടെ ഒരു ചേഞ്ച് പെട്ടെന്നായിരിക്കും സംഭവിക്കുന്നത്. അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്താ, അതൊരു ട്രേഡായിട്ട് മാറ്റാനായിട്ട് പറ്റും. ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് അത് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളവിടെ ബൈ ചെയ്യും, പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മളവിടെ സെല്ല് ചെയ്യും. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സ് എന്താണെന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് സ്റ്റോക്ക് വാങ്ങാനും വിൽക്കാനും പറ്റുന്ന സ്ഥലമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇവിടെ കറൻസി നമ്മൾ എവിടെ നിന്ന് വാങ്ങുകയും വിൽക്കുകയും ചെയ്യും. അപ്പോൾ കറൻസി എക്സ്ചേഞ്ച് വേണ്ടേ? ഫോറിൻ എക്സ്ചേഞ്ച് വേണ്ടേ? എന്താണ് ഫോറിൻ എക്സ്ചേഞ്ച്? ആക്ച്വലി ശരിക്കും ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ബാങ്കുകളാണ്. കാരണം പൈസ ഉള്ളത് എവിടെയാ? ബാങ്കുകളിലാണ്. അപ്പോൾ ഈ ബാങ്കുകളെയാണ് നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് എന്നും ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കാശ് ട്രാൻസാക്ട് ചെയ്യുമ്പോൾ ഒരു മേജർ പങ്ക് വഹിക്കുന്നത് ഈ ബാങ്കുകളാണ്. അപ്പോൾ ബാങ്കുകളാണ് നമ്മുടെ ഇവിടുത്തെ എക്സ്ചേഞ്ച്. നമ്മളിവിടെ സ്റ്റോക്കൊക്കെ വാങ്ങുന്ന സമയത്ത് നേരിട്ട് എക്സ്ചേഞ്ചിൽ പോയിട്ട് സ്റ്റോക്ക് വാങ്ങുകയാണ് ചെയ്യുന്നത്.
അല്ലല്ലോ, നമുക്കൊരു ഇടനിലക്കാരൻ വേണം. അതിന് നമ്മൾ ബ്രോക്കർ എന്ന് വിളിക്കും. സിമിലർലി ഫോറക്സിലും നമുക്കൊരു ഇടനിലക്കാരനുണ്ട്, ഫോറക്സ് ബ്രോക്കർ ഉണ്ട്. നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ഫോറക്സ് ട്രേഡിംഗ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ബ്രോക്കർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്ന FX ടീമും എക്സിനോസും ആണ് 2 ബ്രോക്കേഴ്സ്. ഈ ബ്രോക്കേഴ്സിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ഞാനിവിടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. സോ എല്ലാവരും ഓപ്പൺ ചെയ്യാം. നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യേണ്ട നമ്മുടെ ടീമുണ്ട്. സോ നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ അവിടെ താഴെ കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, അക്കൗണ്ട് അങ്ങനെ ഓപ്പൺ ചെയ്യാന്നുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞങ്ങൾ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മുടെ ഈ യൂട്യൂബിലുള്ള വീഡിയോസ് മാത്രം കണ്ടാൽ പോരാ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു കമ്മ്യൂണിറ്റി സപ്പോർട്ട് കൂടി കിട്ടിയാൽ മാത്രമാണ് ഇത് നിങ്ങളുടെ പഠനം മുന്നോട്ടേക്ക് പോകുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഡിസ്കോഡിലും ടെലഗ്രാമിലും ജോയിൻ ചെയ്യുക. നമ്മുടെ ഈ വീഡിയോയിലൂടെ ഫോറക്സിന്റെ ബേസിക് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമ്മുടെ ഈ സീരീസിൽ അടുത്ത വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.